ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് നമുക്ക് അവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. 7 ഓഫ് കപ്സിന്റെ എനർജി. കിങ് ഓഫ് വാൻഡ്സ്. Ten of Swords. Hanged Man, Awakening. Two of Pentacles. ബോട്ടം വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്, കണ്ടില്ല. അപ്പൊ ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കൊരു സന്തോഷത്തിൻ്റെതായ ദിവസമാണ് അനുഭവപ്പെടുന്നത് എന്ന് പറയാൻ പറ്റും. കാരണം ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കണം. അല്ല എങ്കിൽ നിങ്ങൾക്കൊരു സത്യസന്ധമായ ഒരു നിലപാടുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവണം. അല്ല, പല കാര്യങ്ങളിലും നിങ്ങൾ സത്യസന്ധമായിട്ടായിരിക്കണം മറ്റുള്ളവരോട് സഹകരിക്കുന്നത്. പക്ഷെ അതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നില്ല. എപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങളിലും. അങ്ങനെ ആ തെറ്റിദ്ധാരണയുടെ പേരിൽ നിങ്ങൾ പലപ്പോഴും പഴി കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുമുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലായാലും ജോലി കാര്യങ്ങളിലായാലും എവിടെയായാലും. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാകണം. ഞാൻ വളരെയധികം സത്യസന്ധമായിട്ട് പെരുമാറുന്നു, മറ്റുള്ളവർ എന്നെ അങ്ങനെയല്ല കാണുന്നത് എന്നൊക്കെ മാനസികമായി നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ കോടതി വഴി എന്തെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. ഇനി അതുമല്ല മറ്റ് ഡിവോഴ്സ് കേസുകളാവാം. അതുമല്ല മറ്റുള്ളവർ വെറുതെ നിങ്ങളിൽ കുറ്റാരോപണം നടത്തിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ കള്ളം കാണിച്ചു എന്നൊക്കെ വെറുതെ നിങ്ങളുടെ പേരിൽ പഴിചാരിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ നിഷ്കളങ്കത മറ്റുള്ളവർ മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തൊട്ട് താഴെ 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. അപ്പൊ 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ്. എന്തോ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു. പക്ഷെ ക്ഷമ നിങ്ങൾക്കുണ്ട്. എന്നിരുന്നാൽ കൂടെ നിങ്ങൾ വറി ചെയ്യുന്നത് അത് അത്യാവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ ആണ് എന്നും കാണുന്നുണ്ട്. ആവശ്യമില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ദുഃഖത്തിന്, അല്ലെങ്കിൽ അതിര് കവിഞ്ഞ ചിന്തകൾക്ക് ഒന്നും ഒരു സ്ഥാനമില്ല. അത് അനാവശ്യമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ നിങ്ങൾ അതിനെ വലിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിളിച്ചു വരുത്തുന്നു എന്നൊക്കെ നമ്മൾ പറയില്ല. അങ്ങനെ ആവശ്യമില്ലാത്തതിന് നമ്മൾ വിളിച്ചു വരുത്തി ഭയം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്.
ഇവിടെ നിങ്ങളിൽ പലരും ഇൻഡ്യൂട്ടീവ് ആവുന്നു എന്ന് കാണുന്നുണ്ട്. ഇൻഡ്യൂട്ടീവ് ആകുക എന്ന് മാത്രവുമല്ല, നിങ്ങൾ നല്ല ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹം ഉള്ള ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. ഈ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് പല കാര്യങ്ങളെയും, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ നാളെ നടക്കേണ്ടതായ കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു. ഇപ്രകാരമുള്ള ചില സവിശേഷതകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധിക്ക് ഒരു ഉണർവ് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചില ക്ഷേത്രങ്ങളിലൊക്കെ പൂജാരിയായിട്ട് വർക്ക് ചെയ്യുന്നവരാവാം. അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കാര്യങ്ങളിലൊക്കെ ഈശ്വര വിശ്വാസത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. പലയിടത്തും ചിലപ്പോൾ ടാരോട്ട് റീഡർ ആയിരിക്കാം ഇത് കാണുന്നത്, അല്ലെങ്കിൽ റേക്കി ഹീലർ ആയിരിക്കാം, അല്ലെങ്കിൽ റേക്കി പഠിക്കുന്നവരോ ടാരോട്ട് റീഡിങ് പഠിക്കുന്നവരെ ഒക്കെയും ആകാം ഈ റീഡിങ് കാണുന്നത്. അങ്ങനെയൊക്കെയും നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണെന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ദൈവികമായ അനുഗ്രഹം ഉണ്ടാവും, ഇൻഡ്യൂഷൻ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ അടുത്തായിട്ട് നമുക്കിവിടെ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. വേൾഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചില കാര്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പല പുതിയ തുടക്കങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് ചെയ്തത് എന്താണോ അത് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടാവണം. ഇവിടെ ചിലപ്പോഴൊക്കെ ഏതെങ്കിലും ജോലി കാര്യങ്ങളാവാം, അതുപോലെ തന്നെ വീടിന്റെ പൂർത്തീകരണമാകാം, അല്ലെങ്കിൽ വീടിന്റെ പണിയുടെ പൂർത്തീകരണം, പുതിയ വീട്ടിലേക്ക് മാറുക, ഇതൊക്കെ ചിലപ്പോൾ വാഹനമാക്കി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ ഒരു പൂർത്തീകരണം നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്കൊരു പൂർത്തീകരണം കൊടുത്തിട്ടുണ്ടാവാം. അവിടെ നിന്ന് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പിന്നെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. പഴയ ചിന്തകളെല്ലാം ഉപേക്ഷിക്കുന്നുണ്ടാകും, പഴയ വ്യക്തികളെ ഉപേക്ഷിക്കുന്നുണ്ടാകും, പഴയ സാഹചര്യങ്ങളെ ഒക്കെ കളഞ്ഞിട്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ചില യാത്രകൾ നടത്തുന്നുണ്ടാവാം. ആ യാത്രകൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതായിരിക്കാം. മനസ്സിലായി? ഈ യാത്രകളെ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വിദേശയാത്രയാവാം. ചിലപ്പോൾ ഈ യാത്രകളെ കൊണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ പ്രയോജനം ഉണ്ടാവാം, അല്ലെങ്കിൽ നല്ലതുപോലെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയും ആവാം. ഇവിടെ ഇപ്പോൾ കാണുന്ന നമ്മൾ സാമ്പത്തികപരമായിട്ടും മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു സഫലത, ഒരു കംപ്ലീഷൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. പല ആഗ്രഹങ്ങൾക്കും ഇവിടെ 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പൊ ഇവിടെ ഒരുപാട് ചോയ്സസ് നിങ്ങളുടെ മുൻപിലുണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്താൽ മതിയാവും. മനസ്സിലായി? ഒരുപാട് സാധ്യതകൾ വരുമ്പോൾ നിങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകരുത്. ചിലപ്പോൾ നെഗറ്റീവ് അടിച്ചിരിക്കാനേ പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ വിട്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ അനുയോജ്യമായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രപഞ്ചം ഒരുക്കാൻ തുടങ്ങും. മനസ്സിലായി? ഇവിടെ ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ആകെപ്പാടെ നെഗറ്റീവ് അടിച്ചിരിക്കും. അതിന്റെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ സമർപ്പിക്കുക. അവിടെ അതിനനുയോജ്യമായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ ഇതാണല്ലോ ആഗ്രഹിച്ചത്, അതാണല്ലോ എനിക്ക് പ്രപഞ്ചം തരാൻ ഒരുങ്ങുന്നത്. അപ്പോൾ അതിനനുയോജ്യമായ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ അത് പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കുകയാണ് വേണ്ടത്. അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിലൊരു വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ വിജയിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇനി പ്രപഞ്ചം ഒരുക്കുന്ന ഈ സാഹചര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇവിടെ പ്രപഞ്ചം ചില സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്, അതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ സാഹചര്യത്തെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇവിടെ പ്രപഞ്ചം പല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. കാരണം നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇവിടെ ഭയപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ ഇവിടെ ഭയപ്പെടുന്നുണ്ട്, നെഗറ്റീവ് അടിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഭയപ്പെടുന്നുണ്ടോ അതേ എനർജിയാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നഷ്ടപ്പെടുകയും ചെയ്യും. മനസ്സിലായോ? ഭയത്തിൻ്റെതായ എനർജിയുടെ ആ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കാൻ പാടില്ല. അതാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്. നിങ്ങൾക്ക്
തോൽവിയുടേതായ ഭയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവരുത്. നിങ്ങൾ എപ്പോഴും വിജയിയാണ്, സക്സസ് ആണ്, ഐ ആം സക്സസ്. എത്രയോ റീഡിങ്ങുകളിലാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഈ ഭയപ്പെടുന്ന കാര്യത്തെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല, അതിന്റെ വൈബ്രേഷനേ കൊടുക്കാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ എന്താ, അതുപോലെ താഴ്ന്ന വൈബ്രേഷനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമല്ലോ, മനസ്സിലായി? ഇതൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. ഇത് നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ നിറയ്ക്കുന്നത്. അങ്ങനെ നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിറച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മാറാതെ നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ പുറമേ കാണില്ല, പുറമേ വരില്ല, ഒരു സന്തോഷവും നിങ്ങളിലേക്ക് വരില്ല. കാരണം എല്ലായ്പ്പോഴും നിങ്ങൾ നെഗറ്റിവിറ്റിയുടേതായ എനർജിയിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം വരില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ വളരെയധികം ശ്രദ്ധിച്ച്, എനിക്കിത് പ്രപഞ്ചം സമ്മാനിച്ചതാണ്. ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരുമ്പോൾ എനിക്ക് പ്രപഞ്ചമാണ് ഇത് സമ്മാനിച്ചത്, ഞാനിത് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്ത് ഈ അവസരത്തെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകേണ്ടത് എൻ്റെ കടമയാണ്. അങ്ങനെ വളരെയധികം ഉത്സാഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും മുന്നോട്ട് വരികയാണ് വേണ്ടത്. മനസ്സിലായി? അങ്ങനെയാണ് ഇവിടെ ഒരുപാട് ചാൻസസ് അല്ലെങ്കിൽ ചോയ്സസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സമൂഹത്തിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകാൻ തുടങ്ങും. മനസ്സിലായ? സമൂഹത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആവണമെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്? എല്ലായ്പ്പോഴും പോസിറ്റീവായ ചിന്താഗതികളിൽ നിറഞ്ഞിരിക്കണം നിങ്ങളുടെ മനസ്സ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെ നല്ല സന്തോഷമായിട്ട് സംസാരിക്കാൻ സാധിക്കും. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ആ പ്രശ്നങ്ങളെ ഒന്നും നിങ്ങൾ കൊണ്ടുവരാൻ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതിന്റെ വൈബ്രേഷൻ പ്രപഞ്ചത്തിലേക്കും യൂണിവേഴ്സിലേക്കും കൊടുക്കാൻ പാടില്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് തീർച്ചയായിട്ടും കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്ന ഈ ഒരു എനർജിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, അതോറിറ്റി പവറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം. ചിലപ്പോൾ പല കാര്യങ്ങളിലും ഇത്തരത്തിലൊരു അതോറിറ്റി പവർ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെയൊന്ന് കാണുന്ന, നമുക്കങ്ങനെ ഒരു കാണുന്ന എനർജി ഉണ്ടല്ലോ, അതെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു വൈബ്രേഷൻ താണ നിലയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അടുത്തതായിട്ട് 10 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ 10 ഓഫ് സോഡ് എന്ന് പറയുന്നത് എന്താണ്? ചില കാര്യങ്ങളൊക്കെ എൻഡ് ആവുകയാണ് ഇവിടെ. നിങ്ങളുടെ ജീവിതത്തിലെ മോശകരമായ ചില സാഹചര്യങ്ങൾ ഇവിടെ എൻഡ് ആവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? എൻഡ് ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രമാത്രം നിങ്ങൾ കർമ്മ അനുഭവിച്ചിട്ടുണ്ടാവണം. മറ്റുള്ളവർ നിങ്ങൾ കുത്തിയേൽപ്പിച്ച ചില മുറിവുകളുണ്ട്. ആ മുറിവുകൾ ഉണങ്ങാതെ നിങ്ങൾ അനുഭവിച്ചതാണ് ഇത്രയും കാലം. കുറെ കാലം നിങ്ങൾ ഇത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇനി ഏത് കാര്യത്തിലായാലും നിങ്ങൾ ഇത് അനുഭവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് വരും. മനസ്സിലായോ? ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട് എന്ന് പറയത്തില്ലേ നമ്മൾ? ഒരു ദുഃഖമുണ്ടെങ്കിൽ അതിനൊരു സുഖവുമുണ്ട്, അല്ലെങ്കിൽ ഒരു രാത്രി ഉണ്ടെങ്കിൽ അതിനൊരു പകലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിന്നും മുന്നോട്ട് വരാൻ പോവുകയാണ്. ഇത്രമാത്രം ദുഃഖത്തിൽ നിന്നും നിങ്ങൾ എത്രമാത്രം യൂണിവേഴ്സിനെ ആശ്രയിച്ചിട്ടുണ്ടോ അത്രമാത്രം നിങ്ങളുടെ യാതനകളെ ഇവിടെ കുറഞ്ഞു കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ മോശകരമായ സാഹചര്യം നിങ്ങൾ ഇപ്പോൾ അതിലാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത്? ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. 10 ആണ് നമ്പർ. ഇവിടെ 1ലേക്ക് നിങ്ങൾ വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലതൊക്കെ എൻഡ് ആവുന്നു, ചിലതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. മനസ്സിലായി? സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് വരുന്നത്. അവേക്കണിംഗ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഈ ഒരു അവേക്കണിങ്ങിലേക്കാണ് വരുന്നത്. ഒരു തിരിച്ചറിവ്, ഒരു നല്ല ഒരു അവബോധത്തിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ അവിടെയാണ് യൂണിവേഴ്സ് എന്താണ്, യൂണിവേഴ്സിനോട് ഇനി എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു അവബോധം കിട്ടുമ്പോഴാണ്. ഇവിടെ വലിയൊരു പരാജയത്തിൽ നിന്നും മുന്നോട്ട് വരുമ്പോഴാണ്. ഈ ഒരു പരാജയം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നതാണ്. മനസ്സിലായി? എത്രമാത്രം പരീക്ഷണങ്ങൾ തന്നാലും നിങ്ങൾ ഒന്നും പഠിക്കുകയില്ലെങ്കിൽ ഏറ്റവും അവസാനം ഒരു വലിയ ആഘാതം തന്നെ നിങ്ങൾക്ക് തരും. ആ ആഘാതത്തിൽ നിന്നുമാണ് പല കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. റിലേഷൻഷിപ്പിലായാലും പല ബന്ധങ്ങളുണ്ടാവും. അവസാനം ഒരു വലിയ ബന്ധത്തിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് എനിക്ക് ഇതേ വേണ്ട, എനിക്കിങ്ങനെ ഒരു കാര്യമേ വേണ്ട, ഞാൻ യൂണിവേഴ്സിലേക്ക് ഇതെല്ലാം സറണ്ടർ ചെയ്യുന്നു എന്ന് തീരുമാനിക്കും.
അതുപോലെ ജീവിതത്തിൽ മറ്റു പല പ്രശ്നങ്ങളിലായാലും ഒരുപാട് തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വരുന്നത് ഏറ്റവും വലിയ ഒരു കനത്ത പ്രഹരമേൽക്കുമ്പോൾ മാത്രമാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നു. കനത്ത പ്രഹരത്തിൻ്റെതാണ് ഈ 10 ഓഫ് സോഡ് എന്ന് പറയുന്നത്. 10 വാളുകളാലും മുറിവേൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നും തൽക്കാലം ഒന്നും എഴുന്നേൽക്കാൻ പറ്റുകയില്ല. ആ മുറിവുകൾ ഉണങ്ങണമെങ്കിൽ കുറേ കാലം പിടിക്കും. മനസ്സിലായി? ഏറ്റവും വലിയൊരു കനത്ത പ്രഹരം എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ കുറേ കാലം പിടിക്കും. എല്ലാവരും പറയുന്നുണ്ടല്ലോ, കുറേ കാലം കൊണ്ട് ഞാൻ അനുഭവിക്കുകയാണ്, എനിക്ക് ഒന്നും ശരിയാവുന്നില്ല എന്ന് പറയുമല്ലേ. അതാണ് അതിൻ്റെ കാരണം, അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെയാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. ഈ ഒരു തിരിച്ചറിവാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലേക്കും മുന്നോട്ടൊരു സക്സസ്സിനെ കൊണ്ടെത്തിക്കുന്നത്. അല്ലെങ്കിൽ സക്സസ്സിനെ വിളിച്ചു വരുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതും സക്സസ് അനുഭവിക്കാൻ സാധിക്കുന്നതും ഇത്തരത്തിലുള്ള അവബോധത്തിലൂടെയാണ്, തിരിച്ചറിവുകളിലൂടെയാണ്. ഇവിടെ പല കാര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിട്ട് വേറൊരു വീക്ഷണത്തിലൂടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, പ്രേരിതനാവുകയാണ് ചെയ്യുന്നത്. പലതും അനുഭവിച്ചു, ഇനി വിചാരിക്കുകയാണ് ഇനി മറ്റൊരു വീക്ഷണത്തിലൂടെ ചിന്തിക്കാം. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ സക്സസ് ഉണ്ടാവുന്നത്. ഇവിടെ ഇവിടെ എന്താണ്? 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ബാലൻസിങ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ആ ബാലൻസിങ് കണ്ടെത്തണമെങ്കിൽ തന്നെ ഒരു അവബോധം ഉണ്ടാവണം. ഇതുവരെ ബാലൻസ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ പോവുകയാണ്, കിട്ടുന്നതെല്ലാം ചെലവാക്കുന്നത്, അല്ലെങ്കിൽ ഏത് കാര്യത്തിലായാലും സമാധാനവും സന്തോഷവും ഒന്നുമില്ലാതെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് കുറച്ച് തിരിച്ചറിവുകൾ വരുന്നതും ബാലൻസിങ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. മനസ്സിലായോ? പല കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന്, പഴയതുപോലെ അല്ല, അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നും തീരുമാനമെടുക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേയോ സാലറിയും പൈസയും ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നിനും അത് തികയുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് അതിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളിവിടെ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.